മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നടക്കുന്ന സ്റ്റേറ്റ് കളരി അതൽ മാർഷൽ ആർട്സിൻ്റെ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ഞാനും എൻ്റെ ശിഷ്യന്മാരും ഇന്ന് തയ്യാറെടുക്കുന്നത്. ഈ സ്നേഹ സംഗമത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്റ്റേറ്റ് കളരി സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന 3ാം സംഗമ വേദിയിൽ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവർക്ക് കൊടുക്കാനുള്ള മൊമെന്റോ ആണ്. ഏതാണ് ഇത്? പി നാസർ ഗുരുക്കൾ ഒരു ഉപഹാരം കൊടുക്കാനുള്ളതാണ്. UP അഹമ്മദ് കബീർ ഗുരുക്കള് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് മുഹമ്മദ് കുഞ്ഞു ഗുരുക്കളെ മൊമെന്റുമാണ്. അതൊക്കെ നമ്മളെ ചോടുംപടി അവതരിപ്പിക്കുന്നവരില്ല. MP അബൂബക്കർ ഗുരുക്കള് നടേരി. ഇവിടെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്കുള്ള മൊമെന്റുകളാണ് ഇത് നമ്മളെ ഉദ്ഘാടകൻ. ഇത് പ്രൊഫസർ ഹാറൂൺ ആണ്, നമ്മുടെ ഉദ്ഘാടകനാണ്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഉപഹാരം. അബ്ദുറസാഖ് ഗുരുക്കൾ അത് ബാക്കിലേക്ക്. ഇത് സെക്കൻഡ് ഇത് ആദരിക്കുന്നത് ഗുരുക്കളല്ലേ. നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ അബ്ദുൽ ലത്തീഫ് ഗുരുക്കൾ നമ്മളെ ട്രഷററാണ്. ഇത് മുസദ്ദിഖ് മാഷ്. بعد القبول منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. സ്വാഭാവികമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു നിസ്സാരവൽക്കരിച്ച് കാണും, കാരണം അതങ്ങനെയാണ്. പക്ഷെ ഇവിടെ കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി അതിന് നിശ്ചിതമായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ബൈലോ ഒക്കെ തയ്യാറാക്കി ഒരു സൊസൈറ്റി
ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ പ്രൊസീജിയേഴ്സും അങ്ങനെ അല്ലെങ്കിലും അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് തീർത്തും ജനാധിപത്യ രീതിയിൽ തന്നെ അതിന് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടത്തിക്കൊണ്ടുപോകാൻ അതിന് ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് അതിൻ്റെ ഭരണസമിതി, അതും ഈ മുഴുവൻ മെമ്പർമാരാൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ ഈ വാട്സപ്പ് ഇത് രൂപവൽക്കരിച്ചിട്ട് ഏകദേശം 4 വർഷത്തോളായി. ഇതിന്റെ 3 വാർഷികവും ഒരു 1 ഡേ ക്യാമ്പും അങ്ങനെ 4 ഒരുമിച്ച് കൂടെ നമ്മൾ അതിൻ്റെ ഇടയിൽ നടത്തി. ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മൾ ഇതുമായി ധാരാളം ചാരിറ്റി പ്രവർത്തനം നമ്മളാൽ കഴിയുന്ന നമ്മുടെ പരിധിയിൽപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മളുമായിട്ട് വളരെ അടുത്ത ബഹുമാനപ്പെട്ട ബാപ്പു സാദ്, അതുപോലെ തന്നെ അബു ഗുരുക്കൾ വേങ്ങര, അങ്ങനെയുള്ള ധാരാളം അങ്ങനെയുള്ള പിന്നെ ഗുണാത്മാർ നമ്മളുമായിട്ട് വിട്ടുപിരിഞ്ഞു പോയി. അവർക്കും അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ രോഗികളായവർക്കും മരണപ്പെട്ടവർക്കൊക്കെ നമ്മൾ ആത്മാർത്ഥമായ ദുആ ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഗ്രൂപ്പ് കൊണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിന്റെ മഹത്വം നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അവിചാരിതമായി കിട്ടിയ ഒരവസരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വാസ്തവത്തിൽ നിങ്ങൾ വേറെ എൻ്റെ മുമ്പ് കോളേജിലെ തന്നെ പ്രിൻസിപ്പലായിരുന്ന NCC ഓഫീസർ കൂടി അബ്ദുള്ള മാഷിൽ ഇതിക്കൊക്കെ പറ്റിയ ആളായിരുന്നു. അദ്ദേഹത്തെ ആയിരുന്നു ക്ഷണിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അർജന്റീനയിൽ ഈ ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായി സ്വീകരിക്കട്ടെ. ഇത് നല്ലൊരു സംഗതിയായിട്ട് നമ്മുടെ വരും തലമുറകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നൽകി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഹാറൂൺ മാസ്റ്റർക്ക് അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിഗുരുക്കൾ സ്നേഹോപഹാരം നൽകുന്നു. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിഗുരുക്കൾ അവരുടെ ബഹുമാനപ്പെട്ട ഹാറൂൺ മാസ്റ്റർ ആദരിക്കുന്നു. ക്ഷണിച്ചുകൊണ്ട് ആദരവും ക്ഷണിക്കുന്നു. അടുത്തതായി ലത്തീഫ് ഗുരുക്കൾ അവർകളെ ബഹുമാനപ്പെട്ട ഹാറൂൺ മാസ്റ്റർ ആദരിക്കുന്നു. ആദരപൂർവം രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാമതായി ബഹുമാനപ്പെട്ട ഹാറൂൺ മാസ്റ്റർ ആദരിക്കുന്നു മുസദ്ദിഖ് മാസ്റ്റർ അവർകളെ. நம்ம குரூப்பை பத்தி சொல்றதுக்கு ஒண்ணு இல்ல. நம்ம குரூப்ல பல அங்கங்கள் பல விதத்துல நமக்கு எல்லா விதத்திலும் நம்ம இன்னைக்கு எங்க போனாலும் கலைகள் சார்ந்து இருக்கக்கூடிய விஷயங்கள் எல்லாமே கிடைக்கும். கலை சம்பந்தப்பட்டு சிகிச்சை சம்பந்தப்பட்டு எல்லாமே கிடைக்கும். ஆனா நம்ம குரூப்போட ஒரு ஸ்நேகம், ஒரு குரூப்ல நடக்கக்கூடிய அனுதினமும் நடக்கக்கூடிய ஒரு கலந்தாய்வு அதுங்கிறது எங்கேயும் கிடைக்காது. அது ஏற்படுத்தி கொடுத்த இத்தனை வருஷம் நடத்தி கொண்டு போயிட்டு இருக்கிற நம்மளோட எக்ஸிக்யூட்டிவ் டீமுக்கும் நம்மளோட அட்மின் டீமுக்கும் ഒരു ரொம்ப பெரிய ഒരു வாழ்த்துக்கள். ലഭ്യമാക്കാനും സാധിച്ചതിൽ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. മഹത്തായ ഈ കലയെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് 4 പേര് എനിക്ക് മുമ്പ് ഇവിടെ ആശംസ അർപ്പിച്ചു. എന്നിരുന്നാലും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഈ കൂട്ടായ്മയുടെ ഈ കൂട്ടമായ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ ഗ്രൂപ്പിനെ സ്നേഹിക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും അഭ്യാസികൾക്കും പ്രഗത്ഭരായ ഗുരുനാഥന്മാർക്കും ബഹുമാനപ്പെട്ട സ്നേഹിച്ചിരിക്കുന്ന ഡോക്ടർ ഹാറൂൺ സാഹിബിനും എല്ലാവർക്കും വേണ്ടി ആശംസ അർപ്പിക്കുന്നു. മർമ്മം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ പറയുന്നതിനപ്പുറം, കാരണം ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളില്ല. കാരണം ഞാനോ എൻ്റെ പിതാക്കന്മാരോ ആരും ഇതിന്റെ പേരിൽ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. മുൻഗാമികളായ മഹാന്മാർ
അവർക്ക് അവരുടെ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ സിദ്ധിയിലൂടെ കൈവരിച്ച ധാരാളം അറിവുകൾ മനുഷ്യ നന്മയ്ക്കായി അവതരിപ്പിച്ചതിന്റെ പേരിൽ ഈ ലോകത്ത് ധാരാളം വിദ്യകളും അറിവുകളും വന്നിട്ടുണ്ട്. ഈ കൂട്ടായ്മ സ്റ്റേറ്റ് കളരി ആൻഡ് അതർ മാർഷൽ ആർട്സ് ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പ് 2018 ഏപ്രിൽ മാസത്തിലാണ് രൂപീകരിക്കുന്നത്. പ്രസംഗിക്കുന്ന വേദിയും അല്ല, എന്നാൽ ഒരൊറ്റ വാക്ക് അടുത്ത സംഗമമുണ്ടോ ഇതൊന്നും അറിയില്ലല്ലോ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുവന്ധ്യ ഗുരുനാഥന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഷംസു ചെലവൂര്. എൻ്റെ ആദ്യ ഗുരുനാഥൻ പിതാവ് ഇടക്കാട്ടിൽ ഉമർ ഹാജിയാണ്. പ്രധാന ഗുരുനാഥനായ ഹാജി മാമുഗുരുകളിൽ നിന്നാണ് ഞാൻ കളരിയെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയും കൂടുതൽ അറിഞ്ഞത്. 3 വർഷത്തോളം വിനോദ് മാസ്റ്ററിൽ നിന്ന് കുംഫു അഭ്യസിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 1999 ഫ്രാൻസ് ഉൾപ്പെടെ 10ഓളം ലോകരാഷ്ട്രങ്ങളിൽ കളരിപ്പറ്റ് പ്രദർശനം നടത്താനും ചികിത്സ നടത്താനും അവസരം ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പോൾ മായനാട് ചോരക്കോടി കളിസംഘം എന്ന പേരിലും ചെലവൂർ ഷിഫ ആയുർവേദ ഫാർമസി എന്ന പേരിലും സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഞാൻ കോയമ്പത്തൂരാണ്. കളരി പഠിച്ചത് നല്ലവട്ട കളരി ബാലചന്ദ്ര ഗുരുക്കളുടെ, പിന്നെ ചാവക്കാട് വേണുഗോപാൽ ഗുരുക്കൾ, പിന്നെ എൻ്റെ ഒരു എല്ലാമായ പ്രസാദ് കണ്ണൂർ പ്രസാദ് ഗുരുക്കൾ. ഇങ്ങനെയാണ് കളരിൻ്റെ. പിന്നെ വർമ്മകല തമിഴ് വർമ്മശാസ്ത്രം പഠിച്ചത് പുളിയേരി മുരുകേശ്വരാശാൻ, കൃഷ്ണദാസനാശാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. പിന്നെ സിദ്ധമർത്തവും പഠിച്ചത് പളനി സെൽവരാജ് അയ്യാവരുടെ. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിലുള്ള ഒരു ഈ കല ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം. தமிழ்ல நிறைய பேசுவேன், மலையாளத்தோட பேசுறது இருக்கு. ஸோ എക്സ്ട്രീംലി സോറി. താങ്ക് യു. ഞാൻ അബ്ദുറഹ്മാൻ എന്നാണ് അറിയപ്പെടുക. പക്ഷെ എപ്പോൾ ഉലയങ്കോട് അബ്ദുറഹ്മാനാണ് ഞാൻ. എൻ്റെ ഉപ്പാടെ പേര് മാമൂന്നാണ്, നാലകത്ത് മാമൂ. അക്രമ പുതുക്കളുടെ ആന്റിന്റെ മോനാണ്, എൻ്റെ കുട്ടിയാജിന്റെ ആന്റിന്റെ മോൻ. എൻ്റെ പേര് ഡോക്ടർ ജുബൈർ മുഹമ്മദ് കുഞ്ഞൂരുക്കളുടെ മോനാണ്. ഉപ്പയുടെ കീഴിലും അതുപോലെ ഉസ്താദിന്റെ കീഴിലൊക്കെയാണ് കളരി പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ വളവിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് സേവനം ചെയ്യുന്നു. എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയാണ്. കരാട്ടെ ആണ് നമ്മുടെ തൊഴില്. അതായത് ഫുൾ ടൈം കരാട്ടെ കളരിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒത്തുകൂടി പോകുന്നു. ചെറുതായിട്ട് കളരി പഠിച്ചിട്ടുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അസ്സലാമു അലൈക്കും. പേര് ടി.പി. കോശൻ, കുറ്റിക്കാട്ടാണ്, കോഴിക്കോട്. സ്വന്തമായി ചെറിയൊരു മർമ്മചികിത്സാല അഷ്റഫ് ഷാജി, കാസർഗോഡ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സ്ഥാനത്ത് 89 മുതൽ കളരി പഠിച്ച് വരുന്നുണ്ട്. ഇപ്പോഴും സ്ഥാന ശിക്ഷണത്തിൽ നാട്ടിൽ തന്നെയാണ് ചെറിയ കളരി ചികിത്സയായിട്ട് പോകുന്നത്. കാസർഗോഡ് കുമ്പളയിലാണ് സ്വദേശം. അബ്ദുൽ അസീസ് സാദി, ബഹുമാനപ്പെട്ട അബൂബക്കർ സാദി ഉസ്താദിന്റെ കീഴിൽ 99 മുതൽ കളരി തുടങ്ങി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ കൂടെ തന്നെ വന്ന് ചികിത്സ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതുവരെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. ഇങ്ങനാശ്ശേരിയാണ് ഷഫീഖ് എന്ന പേര്. എൻ്റെ ഉസ്താദ് CP കുട്ടി ഗുരുക്കൾ, വളപട്ടണ ഹസിനാർ ഗുരുക്കൾ, തിക്കോടി ഹാജി ഗുരുക്കൾ. പിന്നെ ആയുർവേദം പഠിച്ചത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് 3 വർഷം BIM. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാച്ചുറോപ്പതി യോഗ 4 വർഷം. കോയമ്പത്തൂർ സിദ്ധവൈദ്യത്തിന് കോളേജിൽ നിന്ന് 2 വർഷം സിദ്ധവൈദ്യം പഠിച്ചു. 10 വർഷം അക്യുപഞ്ചർ റിസർച്ച് ചെയ്തു. അൽഫറാബി നാഷണൽ യൂണിവേഴ്സിറ്റി റഷ്യ, അവിടുന്ന് PhD കൊടുത്തു. ഇപ്പോൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനാശ്ശേരി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുജീബ്, എടപ്പാളാണ് സ്ഥലം. ഈ വേദിയിൽ വന്ന എല്ലാ ഗുരുനാഥന്മാരെയും അടുത്തു നിന്ന് സംസാരിക്കാനുള്ള വേദി വരാനുണ്ടായ കാരണം ബഹുമാനപ്പെട്ട അനീഫ ഗുരുക്കൾ കൊടുവഴിയാണ്.
അദ്ദേഹമാണ് ഈ ഗ്രൂപ്പിന്റെ അടിത്തറ ഇട്ടുള്ളത്. അത് ചില സമയത്ത് മറന്നു പോയതായിരിക്കാം. എൻ്റെ ഭാഗത്ത് അതൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. എന്തായാലും ബഹുമാനപ്പെട്ട എല്ലാ മഹാന്മാരായ ഗുരുനാഥന്മാരുടെ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമായ ഒരു കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുൽ നാസർ. ഒരിക്കൽ പറയാൻ ഞങ്ങളുടെ യോഗ്യതല്ല. ഞാൻ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശിയാണ്. എൻ്റെ പാപ്പമാരൊക്കെ കളി പഠിച്ചവർ എന്നെ സ്നേഹിച്ചവരൊക്കെ ആയിരുന്നു, ചികിത്സകരായിരുന്നു. കുറ്റിയാട്ട് മുഹമ്മദ്, എൻ്റെ വാപ്പൻ്റെ പേര് ഇല്ലാപ്പറ്റാട്ട് കുഞ്ഞാലി, ഇല്ലാപ്പൻ്റെ വാപ്പ മൂസ, ഓരോ വാപ്പ അടയോട് മുഹമ്മദ്. ഇങ്ങനെ ഉള്ള നസബ കൂടുതൽ പറയുന്നില്ല. എന്തായാലും അവർ ഈ കളിയുടെ പാരമ്പര്യത്തിൽ പെട്ടു എന്നുള്ള പേരിലാണ് ചിലരൊക്കെ പെട്ടുവെന്ന് വിളിക്കുന്നത്. പിന്നെ കുറച്ച് കളരി, വടക്കൻ കളരി ആണ് തുടങ്ങിയത്. അത് ഉപ്പായത്തോടെ നിന്ന് 3 ലക്ഷം ഗ്രൂപ്പിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് പ്രധാന ഗുരു. പിന്നെ കുഞ്ചൂർ സത്യകുമാർ മാസ്റ്റർ ഗുരുനാഥനാണ് ഇതിലുള്ളത്. അതുപോലെ തെക്കൻ കളരി കുറച്ച് ചൂടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് വടക്കേക്കാട് കുഞ്ഞനാജി എന്ന് പറയുന്ന ഒരു ഗുരുക്കളാണ്. ഇത്രയൊക്കെയാണ് പറയുന്നത്. എൻ്റെ പേര് കബീർ എന്നാണ്. പൊന്നാരി നെയ്തല്ലൂർ സ്ഥലം. എൻ്റെ ഉസ്താദ് മുസ്തഫ ഉൽക്കൽ പുറമെ, പിന്നീട് കോട്ടോൽ മാമൂൽ ഉൽക്കൽ, ഹാജിയന്മാർ ഉൽക്കൽ കഴിഞ്ഞ, പിന്നീട് ശിവാർക്കാർ ഉൽക്കലിൻ്റെ പേരാണ് ഇപ്പോൾ 16 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നാണ് ആദ്യമായി മധ്യകാല സമ്പ്രദായം, പിന്നെ കൽപ്പനാട്, പിന്നീട് മധ്യകാല സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കളിയുടെ പേര് ബിസ്മില്ല കളി എന്നാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ കളി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചില ചികിത്സകളൊക്കെ നടത്തുന്നുണ്ട്, ചിലവരുടെ ഇല്ല, ചിലക്കാരൊക്കെ പോകുന്നുണ്ട്. ഈ കളിയുടെ 3ാം സംഗമത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞാനിവിടെ നീറ്റുന്നത് സംസാരിക്കാത്തതിന് കാരണക്കാരനായിട്ടുള്ള എൻ്റെ ഗുരുനാഥ് കബീർ ഗുരുക്കൾ. അദ്ദേഹമാണ് എൻ്റെ കളിയിലെ ആദ്യ ഗുരു, പ്രധാന ഗുരു അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചത് കാരണമാണ് ഒരുപാട് ഗുരുനാഥന്മാരായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. പ്രധാനം ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുടിക്കളൊന്നല്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ചികിത്സയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഉസ്താദുമായി അബൂബക്കർ ഉസ്താദ് മലയേരി, പിന്നെ നാസർ ഒരിക്കൽ കോട്ടയം. പിന്നെ കളരി ഒരിക്കലൊന്നും പറയാൻ മാത്രമുള്ള അറിവ് കിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ പറഞ്ഞു. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ എല്ലാ ഗുരുനാഥന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അറിവ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഫാറൂഖ് എന്നാണ്. എല്ലാവർക്കും അറിയാം. കുറച്ച് കളരി അറിയാം, കുറച്ച് കുറുപ്പ് അറിയാം. ഒരു പൂതി കൊണ്ട് ഒരു മാസ്റ്റർ ആയി ചെയ്തത് എല്ലാവരും മാസ്റ്റർ വിളിക്കലുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ബഹുമാനപ്പെട്ട മാസ്റ്ററുടെ പേര് MA റഷീദ് മാസ്റ്റർ എന്നാണ്. കളരിയിൽ കുറച്ച് ഗുരുക്കന്മാരുണ്ട്. എപ്പോഴും പറയുന്നത് കൊണ്ട് ഈ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. എൻ്റെ പേര് നാസർ, കോഴിക്കോട് ജില്ലയിലെ നാളാവരാണ്. തുടങ്ങിയത് അതിനുശേഷം കുറെ ഗുരുനാഥന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരുണ്ട്. പൂനത്തിൽ ഉസ്താദ്, അതേപോലെ തന്നെ യൂസുഫ് ഒരിക്കട് ചമ്മരത്തോട്, അനീഫ ഒരിക്കട് എടപ്പാട്. ഇപ്പോൾ വീട്ടിൽ തന്നെ ചെറിയതായ രീതിയിൽ അബ്ദുൽ കുട്ടികൾ സ്മാരക കളരി എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ഹുസൈൻ കുട്ടി. എൻ്റെ ഗുരുനാഥൻ
മാഹിമാലി പ്രധാന ഗുരു CPM കുട്ടിഗുരുക്കൾ, അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായി കിടക്കുന്ന അബ്ദുറഹ്മാൻ കുട്ടിഗുരുക്കൾ, പിന്നീട് വടകര മധുഗുരുക്കൾ പുതുപ്പുറം, അദ്ദേഹമാണ് ഇവിടെ നിന്നാണ് വിദ്യ കുറച്ച് നേടിയിട്ട്. എൻ്റെ പേര് മൊയ്തീൻകുട്ടി പൂലത്ത്. ഞാൻ ജോലി ഡ്രൈവർ പണിയാണ്. കടലിൽ എന്തൊക്കെ അതിനോടൊക്കെ പോയിക്കുന്നു മാത്രം. അതിനെപ്പറ്റി എത്രയൊന്നും പറ്റില്ല. സാധാരണ ഗുരുനാഥൻ അബ്ദുള്ള വീട്ടിൽ വേറെ കളിക്കൽ മാതാ പഠിക്കൽ. അബ്ദുൽ നാസർ ഗുരുക്കൾ പറമ്പിൽ സാറ് മറ്റൊരു ഗുരുനാഥൻ, കോട്ടയം നാസർ ഗുരുക്കൾ ഒരു ഗുരുനാഥൻ, MSM കളരി സംഘം എന്ന ഒരു കളരി നടത്തുന്നു മണ്ണാർക്കാട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബൂബക്കർ ഗുരുക്കൾ, പോക്കർ ഗുരുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രഥമ ഗുരുനാഥൻ സ്വന്തം പിതാവ് തന്നെയാണ്. അദ്ദേഹം പ്രശസ്തമായ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലെ അംഗമായിരുന്നു. ആ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. എന്നോടുകൂടെ ചിലപ്പോൾ അത് അസ്തമിക്കാൻ പോവുകയാണ്, കാരണം പിൻഗാമികളില്ല. പിതാവ് മർമ്മ ചികിത്സ ചെയ്തു, അഗതതന്ത്രം, അതായത് വിഷചികിത്സ ചെയ്തു അപാരമായ അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു. വിഷവൈദ്യ ശിരോമണിയായിട്ട് ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയ വ്യക്തിയായിരുന്നു. കളരി അഭ്യാസം പ്രഥമമായി പരിശീലിച്ചത് പിതാവിന് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ കാലത്തുള്ള ആയുധാഭ്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ചില വെട്ടും കുത്തിയുടെ പ്രയോഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ കളരി അഭ്യാസത്തിന്റെ ആധികാരികമായ ഭാഗങ്ങളെ പഠിപ്പിക്കണമെന്ന് പിതാവിന് നിർദ്ദേശം വന്നപ്പോഴാണ് എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് ഇന്ന് ഞങ്ങളോട് കൂടെ ഇല്ല. ഞാൻ അബൂബക്കർ സിദ്ദീഖ്, എയർപോർട്ടിൽ നിന്ന് വിളിക്കുന്നവരൊക്കെ അങ്ങനെ ഇങ്ങനെ അറിയപ്പെടുന്നു. എയർപോർട്ടിന്റെ നേരെ ബാക്കിൽ തന്നെ വീട്, അജോസിന്റെ നേരെ പുറകിലാണ് കൊണ്ടോട്ടിക്ക്. അപ്പൊ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന എയർപോർട്ടിലേക്ക് എല്ലാ ഗുരുനാഥന്മാരും ബന്ധപ്പെടുന്നതാണ്. വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ, എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അജോസിന്റെ 4 വീട് ബാക്കിലാണ് വീട്. എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. എയർപോർട്ടിൽ തന്നെ പ്രീപെയ്ഡ് ടാക്സി സർവീസ് നടത്താണ്. എൻ്റെ ഗുരു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗുരുക്കൾ ചെറുവണ്ണൂരിൽ 1990 ഞാൻ ഉസ്താദ് എത്തിപ്പെടുന്നത്. ഇന്ന് വരെ ഉസ്താദിന്റെ കുടുംബത്തിലുണ്ട്. അത്യാവശ്യം ചികിത്സാ കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം ഫുട്ബോളിന്റെ ആൾക്കാരൊക്കെ കുതിരെ വരുമ്പോൾ ഞാനൊക്കെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത് കൊടുക്കലുണ്ട്. അൽഹംദുലില്ലാഹ് ഷിഫായുണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും വേണ്ടി ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുനീർ, വീട് കുന്നമംഗലത്താണ്. ചിലവർ ചൂരപ്പടി കളിക്കുന്നതാണ് കളരി അഭ്യസിച്ചത്. അതനുസരിച്ച് പുതിയ ചികിത്സകളൊക്കെ വന്ന് പഠിച്ച് ഇപ്പോൾ വീടിനോട് ചേർന്ന് അടുത്ത സ്ഥലത്ത് തന്നെ പെരുമാറുന്ന സ്ഥലത്ത് ചെറിയ സ്ഥാപനം നടത്തി വരുന്നു. എൻ്റെ പേര് സക്കരിയ ഗുരുക്കൾ, കണ്ണൂരാണ്. എൻ്റെ പിതാവ് തന്നെയാണ് എൻ്റെ മെയിൻ ഗുരുനാഥൻ. ഈ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടുത്തിയത് മോനത്ത് മൊയ്തീൻ കുട്ടികൾക്കാണ്. എൻ്റെ പേര് അഷ്റഫ്, തിക്കോടി. എൻ്റെ പ്രധാന ഗുരുനാഥൻ തിക്കോടി ജമാൽ ഗുരുക്കൾ, പിന്നെ തിക്കോടി ആജിബ് ഗുരുക്കൾ, തിക്കോടി അബ്ദുൾ ഗുരുക്കൾ, പിന്നെ ഈ ഗ്രൂപ്പിലുള്ള കുഞ്ഞുസ്താദ്. എൻ്റെ പേര് മുസ്തഫ തിരുവിലങ്ങാടി. ഇവിടെ തന്നെ ഒരു 35-36 വർഷമായി തിരുവിലങ്ങാടി മർമ്മ ചികിത്സാലയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ഒരു NKP ഇബ്രാഹിം ദുൽക്കരിപ്പൂര്, കാസർഗോഡ് ജില്ല. പിന്നെ കരാട്ടെ കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയ ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന സെഷനും അത് കഴിഞ്ഞ് വളരെ നല്ലൊരു ക്ലാസ്സും ഒക്കെ നമുക്കിവിടെ കിട്ടി. ഇത്തരം സംഗമങ്ങളിലൂടെയാണ് നമ്മൾ പരസ്പരം ശബ്ദത്തിലൂടെ മാത്രം പരിചയമുള്ള ആളുകൾ നേരിൽ കാണുകയും ഒന്ന് കൈകൊടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു അവസരമായിട്ടാണ് ഇത്തരം സംഗമങ്ങളെ കാണുന്നത്. ആ
തകർത്താടിടണം എൻ പാപമല്ല ശുഭസ്ഥിതി താതുയർ സ്ഥാനത്തിലല്ല പകൽ രാവിൽ പുകഴ്വാൻ അർഹനല്ല പ്രതിഫല നാളിൽ യജമാനൻ നീയല്ല അല്ലാതെ ചുവട്ടും വടിവല്ല. അപ്പൊ ചുവട് ചെയ്തിട്ട് അതിന്റെ വടിവ് കാണാനല്ല ഉദ്ദേശിക്കുന്നത്, വടിവ് ചെയ്തിട്ട് അതിന്റെ ചുവട് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവതരിപ്പിക്കുന്ന ഗുരുനാഥന്മാരും ശിഷ്യന്മാരും ആ നിലക്കാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റ് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റോ അദ്ദേഹമോ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഇവിടെയുള്ള നമ്മുടെ സദസ്സിലെ ഓഡിയൻസിന്റെ, അതായത് മെമ്പർമാരായ ഓഡിയൻസ്, മെമ്പർമാരല്ലാത്തവർക്ക് ക്യാമ്പില്ല, മെമ്പർമാരായ ഓഡിയൻസിന്റെ ചോദ്യങ്ങൾ